ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓപ്ഷൻ ബൈയിങ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് എൻ്റെ റിവ്യൂ. എൻ്റെ ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 20 പോയിന്റ്സ് എൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 1:4 80 പോയിന്റ്സ് റേഞ്ചിൽ ടാർജറ്റുമാണ്. നമുക്ക് മാക്സിമം ഇന്നത്തെ പോകുന്ന ഫസ്റ്റ് ടാർജറ്റ് മീൻസ് ഇന്നത്തെ ഡേ ഹൈ ബാങ്ക് നിഫ്റ്റി മോർണിംഗ് മുതൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ട്രേഡ് ഇന്നത്തെ ഡേ ഹൈയിൽ വേണമെങ്കിൽ ടാർജറ്റ് വെക്കാം. പക്ഷേ ഡേ ഹൈ ഒക്കെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ 150 അധികം പോയിന്റ്സ് കിട്ടാം. എനിവേ പ്രീമിയത്തിൽ 80 പോയിന്റ്സ് കിട്ടിയാൽ ഞാൻ ടാർജറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ട്രേഡ് ലോജിക്ക്. ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരം എനിക്കൊരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയിരുന്നു. സ്മാർട്ട് മണി കോൺസെപ്റ്റ് അറിയാം പലർക്കും. അതായത് നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന അവരുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകളിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ എൻട്രീസ് കിട്ടുക. ഇവിടെ 47,700 കോൾ ഓപ്ഷനാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തത്. 150 ക്വാണ്ടിറ്റി, അതായത് 10 ലോട്ടാണ് ട്രേഡ് എടുത്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് 165 റേഞ്ചിലായിരിക്കും വരിക. 185 എനിക്ക് എൻട്രി കിട്ടിയത്. ഓൾമോസ്റ്റ് 179 ഉള്ള സമയത്ത് എൻട്രി ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ സ്പൈക്കിൽ പ്രീമിയം കുറച്ച് കൂടുതലാണ് കിട്ടിയത്. ഇനി എന്നിരുന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ചേഞ്ചസ് ഒന്നുമില്ല. 165 പോയിന്റ്സ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. എൻ്റെ ടാർജറ്റ് നിയർലി 265 എബോവ് എന്നാൽ ടാർജറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ. 80 പോയിന്റ്സ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് 165 എത്തിയാൽ എക്സിറ്റ് ചെയ്യുക. ഈ രണ്ട് പ്ലാനാണുള്ളത്. സ്മാർട്ട് മണി പല ആളുകളും ഞാൻ പറഞ്ഞപ്പോഴും കുറേ ആളുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലല്ലോ, സ്റ്റോപ്പ് ലോസ് മീൻസ് ഏത് സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മുകളിലേക്ക് ട്രേഡ് എടുക്കുന്നത്. പലരും കളിയാക്കുന്ന പോലുണ്ട്. നമ്മൾ ഇപ്പം എൻ്റെ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസോ ടാർജറ്റ് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരുപാട് എല്ലാ സിസ്റ്റവും നോക്കിയ ആളാണ്. ഞാൻ കുറേ വർഷം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, പിവറ്റ് പോയിന്റ്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ് എല്ലാം യൂസ് ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു സ്മാർട്ട് മണിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്രയും റിസൾട്ടുള്ള വേറെ സ്ട്രാറ്റജി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആയാലും ഓപ്ഷൻസ് ആയാലും ഇൻട്രാഡേ സ്റ്റോക്സിലായാലും ഒക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സിസ്റ്റം ഈ ഒരു സ്മാർട്ട് മണി തന്നെയാണ്. എൻ്റെ ഒരു ഐഡിയയിൽ കളിയാക്കുന്നവർ കളിയാക്കുക എന്നല്ലാതെ ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് അവർക്ക് എനിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് പിവോട്ട് പോയിന്റ് അല്ലെങ്കിൽ സപ്പോർട്ടായിരുന്നല്ലോ, വേറെ ആൾ അതിനെതിരെ പറയുമ്പോൾ എനിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവും. ഞാൻ പറയാ അത് കറക്റ്റ് അല്ല, ഞാൻ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. നമ്മുടെ ഒരു ഈഗോ ഉണ്ട് മനുഷ്യന്മാർക്കുള്ള. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കറക്റ്റ് അതിലൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അത് നമുക്ക് മറികടക്കാൻ കുറച്ച് സമയമെടുക്കും. എക്സ്പീരിയൻസ് ഒന്നും മനസ്സിലാക്കാൻ പറ്റും പല ആളുകൾക്കും. എനിവേ നമ്മുടെ ട്രേഡ് ലോജിക്കൊക്കെ ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളാണ്. ടാർജറ്റും സ്റ്റോപ്പ് ലോസും പറഞ്ഞു. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചുതരാം. ഈ ഒരു ട്രേഡിൽ എനിക്ക് SL ആണോ ടാർജറ്റ് ആണോ എന്നുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചുതരാം. ഓക്കെ, നമ്മളെ ടാർജറ്റ് എത്തി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 185 എൻട്രി, 266 എക്സിറ്റ്, 80 പോയിന്റ്സ് റേഞ്ചിൽ 11:20 നമ്മുടെ ട്രേഡ് എടുത്തത്. 11:42 എക്സിറ്റ് ചെയ്തു. 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ട്രേഡ് കംപ്ലീറ്റഡ് ആയി. 80 പോയിന്റ്സ് കിട്ടി. ഇതാണ് സ്മാർട്ട് മണിയിൽ നമുക്ക് നല്ല റിസ്ക് വാർഡിൽ ട്രേഡ്സ് കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. നമുക്ക് ഓൾമോസ്റ്റ് 12,000 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഇന്നത്തെ എൻട്രി സെറ്റപ്പും ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ച് നേരം റെക്കോർഡിങ് ലാസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഇനി ട്രേഡ് പ്ലാൻ ആയിട്ടില്ല, മിക്കവാറും ചെയ്യില്ല. 1-2 പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ട്രേഡ് ഉണ്ടെങ്കിൽ തന്നെ ഡേ ഹൈ 48,000 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് അത്രേ ഉണ്ടാവുള്ളൂ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ ലൈവ് ട്രേഡുമായി കാണാം. ബൈ.